ഹലോ നമസ്കാരം. ഇന്ന് നമുക്ക് ചിക്കൻ ഹാർട്ട് യൂസ് ചെയ്തുകൊണ്ട് ചിക്കൻ ഹാർട്ട് മിക്സ് നോർമലി ഡിസ്കസിന് ബീഫ് ഹാർട്ട് മിക്സ് ആണ് ചെയ്യാറ്. നമുക്ക് ചിക്കൻ വെച്ചിട്ടും നമുക്ക് അതുപോലെ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അതിനായിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത ചിക്കൻ ഹാർട്ട് ഒരു മിൻസർ മെഷീനിലേക്ക് കട്ട്ലൈറ്റ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യണ ഒരു അല്ലെങ്കിൽ അങ്ങനത്തെ പർപ്പസിന് യൂസ് ചെയ്യണ മിൻസർ മെഷീനിലേക്ക് ഇട്ട് കൊടുക്കുക. ക്ലീൻ ചെയ്തിട്ട് വേണം അതിൻ്റെ കൊഴുപ്പെല്ലാം മാറ്റിയതിന് ശേഷം വേണം ചെയ്യാനായിട്ട്. ഇപ്പം നമുക്ക് 1 കിലോ നമ്മൾ ചിക്കൻ ഹാർട്ട് അല്ലെങ്കിൽ ബീഫ് ഹാർട്ട് എടുത്താൽ അതിൻ്റെ പകുതി ആയിരിക്കും ക്ലീൻ ചെയ്ത് വരുമ്പോൾ കിട്ടുക. ഏകദേശം പകുതി ആയിരിക്കും. അങ്ങനെ ക്ലീൻ ചെയ്ത ഹാർട്ട് നമ്മൾ ഇതിനകത്ത് മെഷീനിലേക്ക് ഇടുക. എന്നിട്ട് അരച്ചിടുക. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആവശ്യമുണ്ട്. നമുക്ക് കുറച്ച് സോക്ക് ചെയ്ത് ക്ലീൻ ചെയ്ത കുറച്ച് നേരം സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് നമുക്ക് ആവശ്യമുണ്ട്. ഗ്രീൻ പീസ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ഒരു വെജിറ്റബിൾ ഒരു ഡൈജഷന് വെജിറ്റബിൾസ് നല്ലതാണ്. നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രീൻ പീസ് യൂസ് ചെയ്യണത്. പിന്നെ നമുക്ക് ഇത് മാത്രമല്ല വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസും ഇതിൻ്റെ കൂടെ ആവശ്യമുണ്ട്. നമുക്ക് ഒരു ക്യാപ്സിക്കം നല്ലതാണ്. ഒരു ഗ്രീൻ ക്യാപ്സിക്കമാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ കുരു കളഞ്ഞതിന് ശേഷം ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇത് നമുക്ക് മിൻസറിൽ യൂസ് ചെയ്യാം. പിന്നെ ഇഞ്ചി ഇഞ്ചി യൂസ് ചെയ്യുന്നുണ്ട്. ഇഞ്ചി നല്ലതാണ്, ഡൈജഷന് നല്ലതായിരിക്കും. പിന്നെ കുറച്ച് വെളുത്തുള്ളി നമ്മളിവിടെ യൂസ് ചെയ്യണത് ഏകദേശം 2 അല്ലിയാണ് നമ്മളിവിടെ എടുത്തേക്കണേ. അതിന് ശേഷം അത് നമുക്ക് ഓരോന്ന് പ്രിപ്പയർ ചെയ്യാം. നമ്മൾ ക്യാപ്സിക്കം മെഷീനിലേക്ക് ഇട്ടിട്ട് അതിനെ മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്കൊന്ന് ചതച്ചെടുക്കണം. കാരണം ഇഞ്ചി നല്ല സ്ട്രോങ് ആണ്. മെഷീനിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ മെഷീൻ ഭയങ്കര ഓവർലോഡായിട്ട് ചിലപ്പോൾ കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഇഞ്ചി ഒരു 2 ഇഞ്ച് സൈസുള്ള കഷ്ണമാണ് നമ്മൾ എടുത്തേക്കണേ. അത് നമ്മൾ അതുപോലുള്ളൊരു ഇതിൽ നമുക്ക് ചതച്ചൊന്ന് എടുക്കുക. ചതച്ച് നന്നായിട്ടൊന്ന് ചതക്കുക. ജ്യൂസ് ആക്കണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി ഇഞ്ചിനെ ഇതുപോലെ. അതിനുശേഷം വെളുത്തുള്ളിയുടെ തൊണ്ട് കളഞ്ഞെടുക്കുക. ഒന്ന് തൊണ്ട് കളഞ്ഞതിന് ശേഷം ഇത് രണ്ടും നമുക്ക് മെഷീനിലേക്ക് നമ്മുടെ മിക്സിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മിക്സറിലേക്ക് ഇട്ടിട്ട് അതൊന്ന് ശരിക്കും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് എടുത്ത് വരുമ്പോൾ ഇങ്ങനെ ആയിരിക്കും. എന്നിട്ട് ഇതിനകത്തേക്ക് നമുക്ക് വേറെ 1-2 ഇൻഗ്രീഡിയൻസും കൂടി ആവശ്യമുണ്ട്. ഒന്ന് നമുക്ക് സ്പൈറുലീനയാണ് ആവശ്യം. സ്പൈറുലീന ഓർഗാനിക്കാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിൻ്റെ ചെറിയൊരു പോർഷൻ മാത്രമേ നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇത് ഫിഷ് ഫുഡിൽ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഫിഷ് ഫുഡ് വെള്ളത്തിൽ ഇടുമ്പോൾ കലങ്ങണതൊന്ന് കുറയ്ക്കാനായിട്ടും പിന്നെ പ്രോട്ടീൻ കണ്ടന്റ് കുറച്ച് കൂടാനായിട്ട് കിട്ടും. പിന്നെ ഇത് മൾട്ടി വിറ്റാമിൻ ടാബ്ലറ്റ് ആണ്. മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. ശരിക്കും ഒരു 4 ടാബ്ലറ്റ് ആണ് ഇപ്പം നമ്മൾ പറഞ്ഞാൽ ആഡ് ചെയ്യണുള്ളൂ. എന്നിട്ട് ശരിക്കും ഇത് മിക്സ് ചെയ്യുക. എന്നിട്ട് ഒന്നും കൂടി നമ്മൾ ഈ മെഷീനിൽ ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനെ കിട്ടും. ഈ ഒരു ലെവലിൽ കിട്ടും. എന്നിട്ട് നമുക്ക് ഇത് ഫിഷിനൊന്ന് ടെസ്റ്റ് ചെയ്ത് കൊടുക്കാം. അവർ കഴിക്കുന്നുണ്ട്. അത് നോർമലി ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നേരിട്ട് ഡയറക്റ്റ് കൊടുക്കാം. ഇനി അടുത്തത് നമുക്കിത് ഫ്രീസ് ചെയ്യാനുള്ള കാര്യം നോക്കാം. ഇതുപോലെ ട്രെയിൽ ഏകദേശം ഒരു 1/2 കിലോ വരുന്ന ഭാഗത്തിൽ നമ്മൾ ട്രെയിലിട്ടിട്ട് നമ്മൾ ഫ്രീസറിൽ വെച്ച് ഫ്രീസ് ചെയ്തെടുക്കുകയാണ്.